നമസ്കാരം. ഇടതുകോട്ടയായി വാഴ്ത്തപ്പെടുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തങ്ങൾക്കൊരു ബാലികാറ മലയല്ല എന്ന് പലകുറി തെളിയിച്ചിട്ടുണ്ട് കോൺഗ്രസ്. UDFിൻ്റെ സിറ്റിംഗ് എംപിക്കെതിരെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ ഇക്കുറി CPM കളത്തിലിറക്കുമ്പോൾ അവരുടെ നയം കൂടി വ്യക്തമാവുകയാണ്. കടുത്ത രാഷ്ട്രീയ മത്സരത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കുക, 2019 കൈക്കലാക്കിയ പാലക്കാടൻ കോട്ട നിലനിർത്തുവാൻ കോൺഗ്രസിൽ VK ശ്രീകണ്ഠനും പിടിച്ചെടുക്കാൻ CPMലെ A വിജയരാഘവനും താമര വിരിക്കുവാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാറും ഇറങ്ങുമ്പോൾ പാലക്കാട്ടെ മത്സര ചൂട് 45 ഡിഗ്രി വേനൽ ചൂടിനെയും മറികടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ത്രികോണ പോരാട്ടം എന്ന നിലയിലേക്ക് മാറിയ പാലക്കാട് മണ്ഡലത്തിൽ ആര് വിജയം നേടണമെന്ന് തീരുമാനിക്കുന്നതിൽ പല ഘടകങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ പ്രധാനം മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ തന്നെ. ഇത് പരമാവധി ഒപ്പം നിർത്താനായിരിക്കും LDFും UDFും ശ്രമിച്ചുകൊണ്ടിരിക്കുക. മുൻ തിരഞ്ഞെടുപ്പിൽ 21.4% വോട്ട് നേടിയ BJP ഇത്തവണ നേടുന്ന വോട്ടും ജയപരാജയത്തിൽ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പൊതുവേ ഇടത് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമാണ് ഈ മണ്ഡലത്തിലുള്ളത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലം നിലവിൽ വന്ന ശേഷം 1957 ശേഷം കോൺഗ്രസ് 5 തവണയും ഇടതുമുന്നണി 11 തവണയും വിജയിച്ചു. 2019 MP രാജേഷിന് തിരിച്ചടിയായ ചില ഘടകങ്ങൾ മാറിക്കടക്കാൻ അല്ലെങ്കിൽ അത് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മണ്ഡലം ഇടത്തെത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDFിൻ്റെ കണക്കുകൂട്ടലുകൾ. കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ്റെ വിജയത്തിൽ നിർണായകമായത് പട്ടാമ്പി മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ നേരിയ ലീഡാണ്. പട്ടാമ്പി മണ്ഡലത്തിൽ 17,179 വോട്ടിൻ്റെയും മണ്ണാർക്കാട് 23,695 വോട്ടിൻ്റെയും ഭൂരിപക്ഷം ലഭിച്ചു. വലിയ തിരിച്ചടി നേരിട്ട ഈ മണ്ഡലങ്ങൾക്ക് പുറമെ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ഷൊർണൂരിലും കോങ്ങാടും പ്രതീക്ഷിച്ച ഭൂരിപക്ഷം നേടാൻ ഈ രാജേഷിന് കഴിഞ്ഞതില്ല. MP രാജേഷിന് ഇതാണ് VK ശ്രീകണ്ഠൻ്റെ ഭൂരിപക്ഷം 11,637 എന്ന നിലയിലേക്ക് ഉയർത്തിയത്. ഈ വീഴ്ചകൾ പരിഹരിച്ചുള്ള മുന്നേറ്റമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ കളം നിറഞ്ഞാടാൻ പോവുകയാണ്. കഴിഞ്ഞ വിജയം VK ശ്രീകണ്ഠന് ലഭിച്ചില്ല, ഒരു ഓളത്തിന് സംഭവിച്ചതല്ല എന്നുള്ള രാഷ്ട്രീയ മറുപടി നൽകാൻ ഉറച്ചുകൊണ്ടാണ് UDFിൻ്റെ സ്ഥാനാർത്ഥിയായ VK ശ്രീകണ്ഠൻ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത്. 5 വർഷം ഈ MP പാലക്കാട്ടുകാരുടെ കൺമുന്നിലുണ്ടായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ MP രാജേഷിൻ്റെ തറപറ്റിച്ച പോരാട്ട വീര്യത്തിന് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല എന്നും വൈകിയാണ് പ്രഖ്യാപനമെത്തിയത് എങ്കിലും ശ്രീകണ്ഠൻ കളം നിറഞ്ഞു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കോൺഗ്രസിനെ ബാധിച്ച സാമ്പത്തിക പ്രതിസന്ധി ശ്രീകണ്ഠൻ്റെ പ്രചാരണങ്ങളെ അടക്കം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും വടകരയിലേക്ക് കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലിനെ നിയോഗിച്ചപ്പോൾ പാലക്കാട്ടുകാർ നൽകിയ വികാരപരമായിട്ടുള്ള സ്വീകരണം കേരളം വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. ഷാഫിയുടെ അഭാവം പക്ഷേ ശ്രീകണ്ഠൻ നഷ്ടമാക്കിയതൊരു പടനായകനെയാണ് എന്ന് പറയേണ്ടി വരും. ജില്ലയിലെ വലിയൊരു ക്രൗഡ് പുള്ളറാണ് ഈ ഷാഫി പറമ്പിൽ. പാലക്കാട് മണ്ഡലത്തിനപ്പുറം സ്വന്തം നാടായിട്ടുള്ള പട്ടാമ്പിയിലും ഷൊർണൂരിനുമൊക്കെ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഷാഫി. ഷൊർണൂരിൽ നിന്നുള്ള DCC ജനറൽ സെക്രട്ടറി ഷൊർണൂർ വിജയൻ പാർട്ടി വിട്ട് CPMൽ ചേർന്നതും ഇപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇവിടങ്ങളിലൊക്കെ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ആണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്ക് മറ്റൊരു കാര്യം, ഇടത് നേടിയെടുക്കുന്ന ചില ഗെയിം പ്ലാനുകളുണ്ട് ഇതിനകത്ത്. 2019 കൈവിട്ടിട്ടുള്ള പാലക്കാട് വിജയിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി സംവിധാനങ്ങളെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുകയാണ് ഇപ്പോൾ CPM. കാരണം ഈ കഴിഞ്ഞ തവണത്തെ തോൽവിക്ക് കാരണമായിട്ടുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടാണ് CPM മുന്നോട്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. A വിജയരാഘവൻ എന്ന നേതാവിനെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികളാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ പാലക്കാട് BJPക്ക് ഒരു ബദൽ, അത് ഇടതുപക്ഷമാണെന്ന മുദ്രാവാക്യമാണ് LDFിൻ്റെ പ്രചരണ ആയുധം. തിരിച്ചടി നേരിട്ട മേഖലയിലെ തിരിച്ചുവരവാണ് LDFിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിൽ പ്രധാനം മണ്ണാർക്കാട് മേഖലയാണ്. അട്ടപ്പാടി പോലുള്ള പ്രദേശത്ത് CPMൻ്റെ സംഘടനയുടെ സംവിധാനം അത് ദുർബലപ്പെട്ടെന്ന ആക്ഷേപങ്ങൾ നിലനിൽക്കുമ്പോൾ അവർ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇതെല്ലാം മറികടക്കാനാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ CPM പാലക്കാട് നിൽക്കുന്നത്. ഇനിയിവിടെ BJPയുടെ തന്ത്രങ്ങളെന്ന് പറയപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രചാരണത്തിന് എത്തിച്ചുകൊണ്ടാണ് BJP തിരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞാടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കേന്ദ്ര സർക്കാർ പാലക്കാട് നൽകിയ വികസന പദ്ധതികൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ശ്രീ കൃഷ്ണകുമാർ വോട്ട് ചോദിക്കുന്നത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം, IIT, ദേശീയപാത വികസനം, ഫുഡ് പാർക്ക്, ഫിലിം പാർക്ക്, അട്ടപ്പാടിക്കുള്ള 2,400 കോടി രൂപയുടെ പാക്കേജ്, അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്നിവയും സജീവ ചർച്ചയാക്കുകയാണ് BJP. അങ്ങനെ കേന്ദ്ര പദ്ധതികൾ കൊണ്ട് നിറയുകയാണ് പാലക്കാട്. എന്നാൽ പാർട്ടിക്കുള്ളിൽ C കൃഷ്ണകുമാറിനോടുള്ള ഒരു എതിർപ്പാണ് BJP നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തുടർച്ചയായി സ്ഥാനാർത്ഥിയാകുന്ന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് പ്രാദേശിക നേതാക്കൾക്ക് എതിർപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് പാലക്കാട്ട് നിന്നും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെ മാറിമറിയുന്ന ഒരു വോട്ട് ബാങ്ക് സിസ്റ്റം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പാലക്കാട് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 7 മണ്ഡലങ്ങളിൽ കോങ്ങാട്, മലമ്പുഴ, ഒറ്റപ്പാലം, പട്ടാമ്പി, ഷൊർണൂർ മണ്ഡലങ്ങൾ
ഇടതുപക്ഷത്തിനൊപ്പമാണ്. മണ്ണാർക്കാട് മുസ്ലിം ലീഗും പാലക്കാട് കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ പാലക്കാടും മലമ്പുഴയും BJP-യാണ് രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുള്ളത്. മലമ്പുഴ മണ്ഡലത്തിൽ വിജയിച്ച CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള A. പ്രഭാകരൻ 46.7%, അതായത് 70,934 വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ BJP-യുടെ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ 50,200 വോട്ടുകൾ നേടി. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി SK അനന്തകൃഷ്ണൻ ലഭിച്ചത് ഈ 35,444 വോട്ടുകൾ മാത്രമാണ്. ഷാഫി പറമ്പിലും BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള E. ശ്രീധരൻ തമ്മിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടം പാലക്കാട് 3,859 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫി അന്ന് വിജയിച്ചു കയറിയത്. ഇരു സ്ഥാനാർത്ഥികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 2.7% മാത്രമായിരുന്നു. ഷൊർണൂരും സ്ഥിതി മറിച്ചായിരുന്നില്ല എന്ന് പറയാം. കാരണം ഷൊർണൂർ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസും മൂന്നാം സ്ഥാനത്തുള്ള BJP-യും തമ്മിലുള്ള അകലം എന്ന് പറയപ്പെടുന്നത് 1.5% വോട്ട് വ്യത്യാസം മാത്രമാണ്. കോങ്ങാട് 20.1%-ലധികവും ഒറ്റപ്പാലത്ത് 15.6% വോട്ടുകളും നേടാനും BJP-ക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുകോട്ടയായി വാഴ്ത്തപ്പെട്ടിട്ടുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിൽ VK ശ്രീകണ്ഠനും ഒപ്പം തന്നെ വിജയരാഘവനും C. കൃഷ്ണകുമാറും ചേർന്നിട്ടുള്ള കൊമ്പുകോർക്കൽ നടക്കുമ്പോൾ, ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ആര് വിജയിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. ഒരു പടി മുന്നിൽ നിൽക്കുന്നത് A. വിജയരാഘവൻ തന്നെ എന്ന് പറയേണ്ടി വരുന്നു. ഇവിടെ BJP-ക്കും വലിയ സ്വാധീനങ്ങളുള്ള മണ്ഡലങ്ങളും മേഖലകളുമുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പാലക്കാട് എന്ന് പറയപ്പെടുന്നത് എന്നും ഇടതോട് ചാണ് ഇടതുവശത്തോടും ഇടതുപക്ഷത്തോടും ആഭിമുഖ്യം കാണിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. അവിടെ ഒരു പിടിച്ചെടുക്കൽ നടത്തിയിട്ടുള്ളത് ശ്രീകണ്ഠനാണ്. ആ ശ്രീകണ്ഠൻ കഴിഞ്ഞ വർഷം 2019 നേടിയെടുത്ത വിജയം 12,000 വോട്ടിൽ താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിജയം ഇനി ആവർത്തിക്കുവാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള പാർട്ടിയിൽ തന്നെയുള്ള പടലപ്പിണക്കങ്ങളും അധികാരമില്ലാത്തതും ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങൾ കോൺഗ്രസിനെ കുഴയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീകണ്ഠന് വിജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒപ്പം C. കൃഷ്ണകുമാറിന് എത്രത്തോളം, ചിലപ്പോൾ C. കൃഷ്ണകുമാർ രണ്ടാം സ്ഥാനത്തേക്ക് വരെ എത്തുവാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇടതുകോട്ടയായതുകൊണ്ടും പിന്നെ മറ്റൊരു കാര്യം A. വിജയരാഘവന് വിജയസാധ്യത ഉണ്ട് എന്ന് പറയാൻ വേണമെങ്കിൽ കഴിയും. പക്ഷേ അത്രത്തോളം എത്തിയിട്ടില്ല. രണ്ടാം തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മോദി അടക്കമുള്ളവരുടെ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് C. കൃഷ്ണകുമാറിന് അനുകൂലമാകും. അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവ് എന്ന് പറയപ്പെടുന്നത് ഈ C. കൃഷ്ണകുമാറിനോട് അവിടുത്തെ പ്രാദേശിക നേതാക്കൾക്കുള്ള ഒരു അകലമാണ്. ആ അകലം കൂടി പരിഹരിക്കപ്പെട്ടാൽ BJP പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് പാലക്കാട് എന്ന് പറയപ്പെടേണ്ടി വരും. വലിയ സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് പ്രവചനാതീതമാകുന്ന ഒരു മത്സരം പാലക്കാട് നടക്കുകയാണ്. ഇടതുകോട്ടയാണെങ്കിൽ കൂടിയും ഇടതനും BJP-യും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടത്തിന് വേദിയാകും പാലക്കാട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.